ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജൂൺ 30 നമ്മുടെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിനും നമ്മുടെ ഫസ്റ്റ് ഗ്രേഡിനായാലും അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എക്സാമുകൾക്കായാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സിമൻറ്റ് എന്ന പോർഷനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ PYQ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് PYQ ആൻഡ് MCQ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അപ്പോൾ അതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ പുതിയ കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അക്കോർഡിംഗ് ടു IS 4082/1996, to store cement bag at the working site, a space of minimum should be left around between the exterior walls and the stack. ഓക്കെ, ആ ഒരു സിമൻറ്റ് നമ്മൾ സ്റ്റാക്ക് ഔട്ട് വെക്കുമ്പോഴത്തേക്കും ആ ഒരു എക്സ്റ്റീരിയർ വാൾസും ആ ഒരു സ്റ്റാക്കുമായിട്ടുള്ള ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ആൻസർ ഏതാണോടാ? നമുക്ക് ഓപ്ഷനിൽ 200 mm ഉണ്ട്, 600 mm ഉണ്ട്, 400 mm ഉണ്ട്, 800 mm ഉണ്ട്. ഓക്കെ, ഇവിടെ ഏതാണ് വരിക? ആൻസർ ഏതാണ് വരിക? നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഓക്കെ, ഓപ്ഷൻ B ആണ്. 600 mm ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജിപ്സം ഈസ് ടിപ്പിക്കലി ആഡഡ് ഇൻ സിമൻറ്റ്. ഓക്കെ, നമ്മൾ സിമൻറ്റിൽ എന്തിനാണ് ആഡ് ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷനിൽ കൺട്രോൾ സെറ്റിംഗ് ടൈം ഉണ്ട്, കൺട്രോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ട്, കൺട്രോൾ വർക്കബിലിറ്റി ഉണ്ട്, ഇൻക്രീസ് സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, ഇതിലേതാ ആൻസർ ആയിട്ട് വരിക? ഏതാണ്ടാ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A ആണ്. ഓക്കെ, ഓപ്ഷൻ A ആണ്. കൺട്രോൾ സെറ്റിംഗ് ടൈം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ജിപ്സം സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാനാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. അതിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ് നമ്മുടെ അലുമിനിയം നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നതാ? അലുമിനിയം നമ്മൾ സെറ്റിംഗ് ടൈം സഡനായിട്ട് സെറ്റിംഗ് ആവാനാണ് നമ്മൾ അലുമിനിയം ആഡ് ചെയ്യുന്നത്. അതുപോലെ ജിപ്സം ആണെങ്കിലോ, ജിപ്സം നമ്മൾ സെറ്റിംഗ് ടൈം സ്ലോ സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. അത് രണ്ടും കൂടെ ഓർമ്മിക്കുക, 2 പോയിന്റും കൂടെ അവിടെ ഓർമ്മിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ജിപ്സം എന്തിനാണ് ആഡ് ചെയ്യുന്നത് ചോദിച്ചിട്ട് ഓപ്ഷനിൽ കൺട്രോൾ സെറ്റിംഗ് ടൈം എന്നുണ്ട്. സോ അത് നമുക്ക് ആൻസർ ആയിട്ട് പിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം: ദ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക ഇൻ ദ കോമ്പോസിഷൻ ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ്. ഓക്കെ, പോർട്ട്ലാൻഡ് നമ്മുടെ OPCയിൽ സിലിക്കയുടെ പെർസെൻറ്റേജ് എത്രയാണ്? ആ പെർസെൻറ്റേജൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫുൾ എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് പഠിക്കുക. ഓക്കെ, ഇവിടെ ആൻസർ ഏതാണ് വരിക? ആൻസർ ഏതാണ്? ഓപ്ഷനിൽ 64 ഉണ്ട്, അതുപോലെ തന്നെ 22 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, ഇവിടെ ആൻസർ ഏതാണ് വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. 22% ആണ് ആൻസർ വരിക. സിലിക്ക നമുക്ക് എത്രയാണ് വരുന്നത്? 17 to 25% ആണ് സിലിക്ക വരുന്നത് അല്ലേ. 17 to 25% ആണ് സിലിക്ക. അതുപോലെ ലൈം ആണെങ്കിലോ, ലൈം നമുക്ക് എത്രയാണ് വരുന്നത്? 62 to 67% ആണ് ലൈം വരുന്നത്. ദെൻ സിലിക്ക 17 to 25% വരും. ദെൻ അലുമിനിയം എത്ര പെർസെൻറ്റേജ് വരും? അലുമിനിയം നമുക്ക് വരുന്നത് 3 to 8% ആണല്ലേ. അലുമിനിയം 3 to 8% ആണ് വരുന്നത്. ദെൻ ജിപ്സം ആണെങ്കിലോ, ജിപ്സം നമുക്ക് 3 to 4% ആണ് വരുന്നത്. ദെൻ അയൺ ഓക്സൈഡ് ആണെങ്കിലോ, അയൺ ഓക്സൈഡ് 1 to 3%. ഓക്കെ, അയൺ ഓക്സൈഡ് നമുക്ക് വരുന്നത് 3 to 4% ആണ്. ഓക്കെ, അയൺ ഓക്സൈഡ് നമുക്ക് വരുന്നത് 3 to 4% ആണ്. ഈ ഒരു ജിപ്സവും അയൺ ഓക്സൈഡും, ഓക്കെ, ജിപ്സവും അയൺ ഓക്സൈഡും 3 to 4% ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെഗ്നീഷ്യ, ഓക്കെ, മെഗ്നീഷ്യം അതുപോലെ തന്നെ സൾഫർ. മെഗ്നീഷ്യം സൾഫറുമാണ് നമുക്ക് എത്ര പെർസെൻറ്റേജ് വരുന്നത്? 1 to 3% വരുന്നത്. മെഗ്നീഷ്യം സൾഫറുമാണ് നമുക്ക് 1 to 3% വരുന്നത്. ദെൻ ആൽക്കലീസ് ആണെങ്കിലോ, ആൽക്കലീസ് നമുക്ക് വരുന്നത് 0.2 to 1% ആണ് ആൽക്കലി വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം: ഇൻ സിമൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ് ആഫ്റ്റർ ബേണിംഗ് ദ റോ മെറ്റീരിയൽ അറ്റ് എ ഹൈ ടെമ്പറേച്ചർ ഡാഷ് ഈസ് ഫോംഡ്.
ഓക്കെ, സിമെൻറ്റിൻ്റെ ബേണിംഗ് പ്രോസസ്സുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്? ഓപ്ഷനിൽ ജിപ്സം ഉണ്ട്, അർജിഡേഷ്യസ് മെറ്റീരിയൽ ഉണ്ട്, ക്ലിങ്കർ ഉണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട് അല്ലേ. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ആൻസർ. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ക്ലിങ്കർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ജിപ്സം ഷോൾ ബി ആഡഡ് ടു കൺട്രോൾ ദ സെറ്റിംഗ് ടൈം ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ് ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് പ്രോസസ്? ജിപ്സം എത്ര പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം ഓപ്ഷനിൽ 20-25% ഉണ്ട്, 25-30% ഉണ്ട്, 3-5% ഉണ്ട്, 15% ഉണ്ട് അല്ലേ. ജിപ്സം എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് പറയാം? ജിപ്സം നമുക്ക് ഓപ്ഷൻ സി ആണ് 3-4% പറയാമല്ലേ. 3-4 ആണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ 3-5 ഉണ്ട്. സോ ഓപ്ഷൻ സി നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം, വെയിറ്റ് ഓഫ് 1 cubic feet പോർട്ട്ലാൻഡ് സിമൻറ്റ്. വെയിറ്റ് ഓഫ് 1 cubic feet ആണ് ചോദിച്ചിരിക്കുന്നത്. 1 cubic feet പോർട്ട്ലാൻഡ് സിമൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷനിൽ 50 കിലോഗ്രാം ഉണ്ട്, 41 കിലോഗ്രാം ഉണ്ട്, 31 കിലോഗ്രാം ഉണ്ട്, 45 കിലോഗ്രാം ഉണ്ട്. ഓക്കെ, ഇവിടെ ഏതാണ് ആൻസർ വരിക? വെയിറ്റ് ഓഫ് 1 cubic feet പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 cubic meter അല്ല, അതായത് മീറ്റർ ക്യൂബിലല്ല ചോദിച്ചിരിക്കുന്നത് അല്ലേ. മീറ്റർ ക്യൂബിലാണെങ്കിൽ നമുക്ക് എത്ര വരുമായിരുന്നു? നമുക്ക് 1440 വരുമായിരുന്നു. ഇവിടെ ക്യൂബിക് ഫീറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ നമുക്കിവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, 41 കിലോഗ്രാമാണ് ആൻസർ വരുന്നത്. നിങ്ങളവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഈ ക്യൂബിക്ക് കണ്ടുകൊണ്ട് ഒന്നേ നിങ്ങൾക്ക് 50 കിലോയിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു 1440 ഓപ്ഷനിലുണ്ടെങ്കിലോ അതിലോട്ട് ആൻസർ പോകരുത്. ക്യൂബിക് ഫീറ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ക്യൂബിക് ഫീറ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ 41 കിലോഗ്രാമാണ് അവിടെ ആൻസർ വരിക. ഇനി മീറ്റർ ക്യൂബിലായിരുന്നെങ്കിൽ നമുക്ക് 1440 ആൻസർ പറയാമായിരുന്നു. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം, നീഡിൽ ഷേപ്ഡ് സോളിഡ്സ് വിച്ച് അപ്പിയർ ഡ്യൂറിങ് ദ ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ് ഇൻ ഇറ്റ്സ് മൈക്രോ സ്ട്രക്ചർ ലെവൽ. ഓക്കെ, ഏതാണ്? നീഡിൽ ഷേപ്ഡ് സോളിഡ് വിച്ച് അപ്പിയർ ഡ്യൂറിങ് ദ ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ്. നമ്മുടെ ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റിൽ ആ ഒരു നീഡിൽ ഷേപ്ഡ് സോളിഡ്സ് അപ്പിയർ ആവുമല്ലേ, അതിൻ്റെ പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ്? ഓപ്ഷനിൽ ഇട്രിഗ്നൈറ്റ് ഉണ്ട്, ബിലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റ് ഉണ്ട്, ദെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഓക്കെ, ഏതാണ് അവിടെ ആൻസർ? ആൻസർ ഏതാണടാ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ഇട്രിഗ്നൈറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സിമൻറ്റും അതുപോലെ തന്നെ വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ഹൈഡ്രേഷൻ്റെ ആ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്കൊരു നീഡിൽ ഷേപ്ഡ് സോളിഡ് അവിടെ അപ്പിയർ ആവും. ആ ഒരു ഹൈഡ്രേഷൻ സിമൻറ്റിൻ്റെ പ്രോസസ്സിൽ ആ ഒരു പ്രോസസ്സിങ് നടക്കുന്ന സമയത്തിൽ തന്നെ ഒരു നീഡിൽ ഷേപ്ഡ് സോളിഡ് അവിടെ നമുക്ക് അപ്പിയർ ആവും. അതിനെയാണ് നമ്മൾ ഇട്രിഗ്നൈറ്റ് എന്ന് പറയുക. ഒരു മൈക്രോ സ്ട്രക്ചർ ലെവലായിരിക്കും അത് കാണാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ പേരാണ് ഇട്രിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ് കോമ്പൗണ്ട്സ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ ഓർഡറിൽ ഡിക്രീസിങ് ഓർഡറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആൻസർ ഏതാണടാ? ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ പറഞ്ഞ ആൻസർ കമൻറ്റ് ചെയ്തേ. ആൻസർ ഏതാണ് വരിക? ആൻസർ വരുന്നത് ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ് വരുന്നത്. പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആ ഒരു C3S അതുപോലെ തന്നെ C2S ആണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത്. അത് ഏകദേശം പെർസെൻറ്റേജ് കണക്ക് പറഞ്ഞാൽ ഒരു 70 മുതൽ 80% ഈ ഒരു C3S C2S ആണല്ലേ. സോ അത് ആദ്യം വരും. അതിൽ C3S ആണ് വരുന്നത്. C3S, ദെൻ C2S, ദെൻ C3A, ദെൻ C4F. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒൻപതാമത്തെ ചോദ്യം, ദ കോമ്പൗണ്ട് റെസ്പോൺസിബിൾ ഫോർ ഇയർലി സെറ്റിംഗ് ടൈം ഓഫ് സിമൻറ്റ്. ഇയർലി സെറ്റിംഗ് ടൈമിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതെന്നാണ്? ഓപ്ഷനിൽ ട്രൈകാൽസ്യം അലുമിനേറ്റ് ഉണ്ട്, ഡൈകാൽസ്യം സിലിക്കേറ്റ് ഉണ്ട്, ട്രൈകാൽസ്യം സിലിക്കേറ്റ് ഉണ്ട്, ടെട്രാകാൽസ്യം അലുമിനോ ഫെറൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ എടുക്കുക? ഇവിടെ ഇയർലി സെറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയർലി സെറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഏതാണ് ഓർമ്മിക്കേണ്ടത്? അലുമിനെ ഓർമ്മിക്കുക. ഓക്കെ, സെറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അലുമിനെ ഓർമ്മിക്കുക. സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതിലോട്ട് പോകാം? സിലിക്കയിലോട്ട് പോകാം.
ഓക്കെ, ഈ രണ്ട് ടേം ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ സെറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയത്തിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ഇയർലി സെറ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഏതാണ്? ട്രൈ കാൽസ്യം അലുമിനേറ്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ വരിക. ഞാൻ വീണ്ടും പറയുന്നു, സെറ്റിംഗ് എന്ന് പറയുമ്പോൾ അലുമിന ആണ് ഓർമ്മിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ് ഗെയിൻസ് എബൌട്ട് 40% ഓഫ് ഇറ്റ്സ് ഫൈനൽ സ്ട്രെങ്ത് ഇൻ 3 days ആൻഡ് 70% ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത് ഇൻ 28 days. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? എസ് ഓർ നോ പറഞ്ഞ് കമൻറ്റ് ചെയ്തേ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇനിഷ്യൽ സെറ്റിംഗ് ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ് ഈസ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഡ്യൂ ടു ട്രൈകാൽസ്യം സിലിക്കേറ്റ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഇനിഷ്യൽ സെറ്റിംഗ് ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ് ഈസ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഡ്യൂ ടു ട്രൈകാൽസ്യം സിലിക്കേറ്റ് എന്നാണ് പറയുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. നമ്മുടെ ഇനിഷ്യൽ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൈകാൽസ്യം അലുമിനേറ്റ് ആണ് വരുന്നത്, C3A ആണ് വരുന്നത്, സിലിക്കേറ്റ് അല്ല, ട്രൈകാൽസ്യം സിലിക്കേറ്റ് അല്ല. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണല്ലേ. സോ ഇവിടെ ആൻസർ ഏതാണ് വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക. നിങ്ങൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏത് ഓർമ്മിക്കുക? സെറ്റിംഗ് എന്ന് പറയുമ്പോൾ അലുമിനിയം ഓർമ്മിക്കുക, സ്ട്രെങ്ത് ആണ് സിലിക്ക. ഓക്കെ, സെറ്റിംഗ് എന്ന് പറയുമ്പോൾ അലുമിനിയം ഓർമ്മിക്കുക. ആ ഒരു കാര്യം ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും, ആൻസർ കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. During the setting and yearly hardening period of Portland cement, the heat liberation rate ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വരുന്നത് ഇൻക്രീസസ് ലീനിയർലി ഫ്രം 0 to peak. ഓക്കെ, ഓപ്ഷൻ ബി വരുന്നത് പീക്ക് അറ്റ് സ്റ്റാർട്ട് ദെൻ ഡിക്രീസ് ബിഫോർ ഇൻക്രീസിങ് അഗെയിൻ ടു സെക്കൻഡ് പീക്ക് ആൻഡ് ദെൻ ഡിക്രീസിങ് അഗെയിൻ. ഓപ്ഷൻ സി പറയുന്നത് സ്റ്റാർട്ട് നിയർ 0 അറ്റ് ദ സ്റ്റാർട്ട് and gradually increase to peak and then decrease. ഓപ്ഷൻ ഡി വരുന്നത് പീക്ക് അറ്റ് ദ സ്റ്റാർട്ട് ദെൻ കീപ് ഡിക്രീസിങ്. ഓക്കെ, ഇതിലേത് വരാം ആൻസർ ഏത് വരാം? ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിങ് ദ സെറ്റിംഗ് ആൻഡ് ഇയർലി ഹാർഡനിങ് പീരീഡ് ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ് ദ ഹീറ്റ് ലിബറേഷൻ റേറ്റ് ആണ് ചോദിച്ചത്. നമുക്കറിയാം, നമുക്ക് ആദ്യം ഫോം ചെയ്യുന്നത് ഏതാണ്? ആദ്യം ഫോം ചെയ്യുന്നത് നമ്മുടെ C3A ആണല്ലേ, C3A ആണ്. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്രയാണ്? 860 ആണല്ലേ, 860 ജൂൾ പെർ ഗ്രാം ആണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഏതാണ്? നമ്മുടെ ഹീറ്റ് ലിബറേഷൻ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് ഏതാണ്? നമ്മുടെ C3S ആണ്. C3S വന്നു കഴിഞ്ഞാൽ, C3S ആണെങ്കിൽ അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പറയുന്നത് 500 ജൂൾ പെർ ഗ്രാം ആണ്. ദെൻ അടുത്താണെങ്കിലോ C4AF ആണ്, അതിൻ്റെത് എത്രയാണ്? 420 ആണ്. ദെൻ C2S ആണ്, അതിൻ്റെത് 260 ആണല്ലേ. ഇതിൽ ആദ്യം ഫോം ചെയ്യുന്നത് ഏതാണ്? ആദ്യം C3A ആണ് ഫോം ചെയ്യുന്നത് അല്ലേ. ദെൻ രണ്ടാമത് ഫോം ചെയ്യുന്നത് നമുക്കറിയാം C4AF ആണ് രണ്ടാമത് ഫോം ചെയ്യുന്നത് അല്ലേ. മൂന്നാമതാണ് നമ്മുടെ C3S ഫോം ചെയ്യുന്നത്. ദെൻ നാലാമതാണ് C2S ഫോം ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് ആദ്യം ഫോം ചെയ്യുന്ന C3Aയിലത് 860 ആണ്. ദെൻ രണ്ടാമത് ഫോം ചെയ്യുന്നത് C4AF ആണ്, 420 ആണ് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. സോ നമുക്കത് കുറയുന്നു. ദെൻ മൂന്നാമത് ഫോം ചെയ്യുന്നത് C3S ആണ്. സോ അതിൻ്റെത് 500 ആണല്ലേ. സോ വീണ്ടും അത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുന്നു. നാലാമത് C2S ആണ്, വീണ്ടും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയുന്നു അല്ലേ. സോ ഇവിടെ ആദ്യം ഒരു പീക്ക് ലെവലായിരിക്കുന്നു, ദെൻ കുറയുന്നു, വീണ്ടും കുറച്ച് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുന്നു, വീണ്ടും കുറയുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. സോ നമുക്കിവിടെ ആൻസർ ഏത് പിക്ക് ചെയ്യാം? ഓപ്ഷനിൽ ബി പറയുന്നത് പീക്ക് അറ്റ് ദ സ്റ്റാർട്ട് ദെൻ ഡിക്രീസ് ബിഫോർ ഇൻക്രീസിങ് അഗെയിൻ ടു സെക്കൻഡ് പീക്ക് ആൻഡ് ദെൻ ഡിക്രീസിങ് അഗെയിൻ എന്നാണ് പറയുന്നത്. സോ നമുക്കിവിടെ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു 24 hours എന്ന് പറഞ്ഞൊരു വേർഡ് തന്നിട്ടുണ്ടെങ്കിലോ? 24 hours എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് തന്നിരുന്നെങ്കിൽ ഏത് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാമായിരുന്നു? എന്നാൽ നമുക്ക് ഏതെടുക്കാം? ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. അതായത് 24 hours നമുക്ക് ഫോം ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ C3A ആണല്ലേ, C3A ആണ്. ദെൻ അത് കഴിഞ്ഞ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറഞ്ഞ ഡിക്രീസ് ആയാണ് വരുന്നത്. സോ 24 hours എന്ന് പറഞ്ഞൊരു വേർഡ് തന്നിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഓപ്ഷൻ ഡി പിക്ക് ചെയ്യായിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിങ് ദി സെറ്റിംഗ് ആൻഡ് ഇയർലി ഹാർഡനിങ് പീരീഡ് ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ് ദ ഹീറ്റ് ലിബറേഷൻ റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ചോദ്യം. ദ ഫങ്ഷൻ ഓഫ് ജിപ്സം ഇൻ സിമൻറ്റ്. നമ്മുടെ ജിപ്സത്തിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ റിട്ടാർഡ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ആക്സിലറേറ്റ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഇമ്പാർട്ട് സ്ട്രെങ്ത്, ദെൻ അതുപോലെ തന്നെ ഇൻക്രീസ് വർക്കബിലിറ്റി. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരുന്നത്? ആൻസർ ഏതാണടാ? നമുക്ക് ജിപ്സത്തിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റിട്ടാർഡ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഒരു കൺഫ്യൂഷിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റിട്ടാർഡ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്നുണ്ട്, അതുപോലെ തന്നെ ആക്സിലറേറ്റ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്നുണ്ട്. ഓക്കെ, നമുക്ക് ജിപ്സത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ജിപ്സം ഫംഗ്ഷൻ ഓഫ് ജിപ്സം എന്ന് ചോദിച്ചിട്ട് റിട്ടാർഡ് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ, ഓക്കെ, റിട്ടാർഡ് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ ആ ആൻസറാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. ഇനി ഇൻക്രീസ് ഡിക്രീസ് ആ ഒരു രീതിയിൽ തന്നെ, അതായത് ഇൻക്രീസ് സെറ്റിംഗ് ടൈം അല്ലെങ്കിൽ ഡിക്രീസ് സെറ്റിംഗ് ടൈം അങ്ങനെ ഓപ്ഷൻ തന്നിരുന്നാൽ ഇൻക്രീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇൻക്രീസ് എന്നോ ഡിക്രീസ് എന്ന ഓപ്ഷൻ ഇല്ല, റിട്ടാർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റിട്ടാർഡ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വേർഡാണ്, ആ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ കംപ്ലീറ്റ് ഹൈഡ്രേഷൻ ഓഫ് സിമൻറ്റ് ദ വാട്ടർ സിമൻറ്റ് റേഷ്യോ നീഡഡ് ഈസ്. ഓക്കെ, ഓപ്ഷൻ ലെസ് ദാൻ 0.25, മോർ ദാൻ 0.25 ബട്ട് ലെസ് ദാൻ 0.35, മോർ ദാൻ 0.35 ബട്ട് ലെസ് ദാൻ 0.45, മോർ ദാൻ 0.45 ബട്ട് ലെസ് ദാൻ 0.60. ഏതാണ് ആൻസർ? നമുക്കറിയാം ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന് ഫുൾ ഹോൾ പ്രോസസ്സിനാണ് ചോദിക്കുന്നത്. വാട്ടർ സിമൻറ്റ് റേഷ്യോ എത്രയാണ് വരുന്നത്? നമുക്ക് 38% വരുന്നത്. സോ ആൻസർ നമുക്കിവിടെ ഓപ്ഷൻ സി പിക്ക് ചെയ്യാം. ഓക്കെ, 0.35 മുതൽ 0.45 വരെയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ 23%, അതുപോലെ തന്നെ വോയിഡ്സ് ഫില്ല് ചെയ്യാനായിട്ട് 15% വാട്ടർ ആവശ്യമുള്ളത്. അങ്ങനെയാണ് ടോട്ടലി നമുക്ക് 38 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി, 13ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 14ാമത്തെ ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. ലോ പെർസെൻറ്റേജ് ഓഫ് C3S ആൻഡ് ഹൈ പെർസെൻറ്റേജ് ഓഫ് C2S ഇൻ സിമൻറ്റ് വിൽ റിസൾട്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ഹയർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് വിത്ത് ലെസ് ഹീറ്റ് ജനറേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 2 റാപ്പിഡ് ഹാർഡനിങ്, ബെറ്റർ റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്ക്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് റാപ്പിഡ് ഹാർഡനിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ബെറ്റർ റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്ക്. ഓക്കെ, ഇതിൽ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ലോ പെർസെൻറ്റേജ് ഓഫ് C3S ആണ്. C3S ലോ പെർസെൻറ്റേജ് ആണ്, C2S ആണ് കൂടുതൽ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാം C3S കുറവായതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവിടെ വരുന്നത്? C2S കൂടുതലായത്, C2S ആണ് കൂടുതൽ. അപ്പോൾ നമുക്ക് പറയാം ഹയർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. C2S ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പറയുന്നത്. സോ C2S കൂടുതലാണ് അവിടെ. സോ ഹയർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ലെസ് ഹീറ്റ് ജനറേഷൻ. അത് ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെൻറ്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ റാപ്പിഡ് ഹാർഡനിങ് ആണോ? അല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബെറ്റർ റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്ക്. നമ്മുടെ C2Sന് കെമിക്കൽ റെസിസ്റ്റൻസ് കൂടുതലാണ്. സോ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3യും ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണല്ലേ? സോ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കവിടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് C3S ലോ പെർസെൻറ്റേജ് ആണ്, C2S ആണ് കൂടുതൽ. ഓക്കെ, C2S കൂടുതലാകുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെങ്തും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവായിരിക്കും, അതുപോലെ തന്നെ കെമിക്കൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ആ ഒരു തരത്തിൽ ആൻസർ പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഈ ഒരു സിമൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.